ഹലോ ഗഡീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും സുഖവും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾ ഇതുവരെയ്ക്കും ശരത്തേൻ്റെ അച്ഛനമ്മേനെ ഒന്നും നമ്മുടെ ചാനലിൽ കണ്ടിട്ടുണ്ടാവില്ല. നമ്മുടെ പഴയ ചാനലിൽ അവരുമായിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പഴയ ചാനലായിട്ടുള്ള ഞാനൊരു ബാംഗ്ലൂർ മലയാളി പോയി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ ഇൻലോസിൻ്റെ, എൻ്റെ അമ്മായിമ്മേനെയും അമ്മായിച്ചനെയും ഒന്നും നിങ്ങൾ കാണാൻ വഴിയില്ല. അപ്പോൾ നമ്മൾ അവരായിട്ടുള്ള ഒരു വീഡിയോസൊന്നും എടുക്കാനുള്ള സാഹചര്യം വന്നിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. അവർ നമ്മുടെ കൂടെയല്ല താമസം, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അവരുള്ളത് നാഗപ്പൂരാണ് കേട്ടോ. അപ്പോൾ ഡാഡി വർക്ക് ചെയ്യുന്നത് നാഗ്പൂരാണ്. അപ്പോൾ മമ്മി ഓഫ് കോഴ്സ് മമ്മി ഡാഡിയുടെ കൂടെയാണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ വർഷത്തിൽ ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെയാണ് തമ്മിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ജനുവരിയിൽ അവരെ പോയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു, നാഗ്പൂർ പോയിട്ട്. അന്ന് നമുക്ക് പഴയ ചാനലല്ലേ ഉള്ളൂ. അപ്പോൾ അതിലാണ് ഞാൻ ആ വ്ളോഗൊക്കെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മുന്നേ നമ്മുടെ കൂടിയിട്ടുള്ള കൂട്ടുകാരാണെങ്കിൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ പുതിയ ചാനലിൽ അവരായിട്ടുള്ള വീഡിയോസൊന്നും ഇതുവരെയ്ക്കും വന്നിട്ടില്ല. അപ്പോൾ ഇന്ന് അതിനുള്ള ഒരു അവസരം വന്നിരിക്കുകയാണ് കേട്ടോ. അതെങ്ങനെ ഉണ്ടായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശരത്തേൻ്റെ ഒരു സിസ്റ്റർ ഉണ്ട്, ചിപ്പി എന്നാണ് പേര്. അപ്പോൾ ചിപ്പി സ്വീഡനിലാണ് ഉള്ളത് കേട്ടോ. അവർ മുന്നേ ഇവിടെ ബാംഗ്ലൂർ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് കാണാറുണ്ടായിരുന്നു. പക്ഷേ അവർ സ്വീഡനിൽ പോയിട്ട് ഇപ്പോൾ 1.5 വർഷമായി. അപ്പോൾ അതിനുശേഷം നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല. അപ്പോൾ അവൾ ഇപ്പോൾ ദേ നാട്ടിൽ വന്നിട്ടുണ്ട്. നാട്ടിൽ നിന്ന് ഇന്ന് ബാംഗ്ലൂരിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാംഗ്ലൂരിൽ അവർ 2 ദിവസമുള്ളൂ. നമ്മൾ ഇവിടേക്ക് വരാനായിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് സമയമില്ല. എന്ന് വെച്ചാൽ ഇന്ന് വന്ന് നാളെ അവർക്ക് തിരിച്ചു പോകണം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ ഒരു വീടുണ്ട്. അതപ്പം ക്ലീൻ ചെയ്യുന്ന തിരക്കും കാര്യങ്ങളൊക്കെയാണ് അവർക്ക് കേട്ടോ. കിളികൾ പറക്കണതിൻ്റെ ശബ്ദമാണ്, തത്തമ്മയുടെ ശബ്ദമാണ് കേട്ടോ. അപ്പോൾ അവർക്കിവിടെ വീടുള്ള കാരണം കൊണ്ട് അത് ക്ലീൻ ചെയ്യാനായിട്ടാണ് അവർ മെയിനായിട്ട് ഇവിടെ വരുന്നത്. കൂട്ടത്തിൽ നമുക്ക് തമ്മിൽ ഒന്ന് കാണുകയും ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവർ ഇന്ന് രാവിലെയാണ് എത്തിയത്. അപ്പോൾ വീട് ക്ലീനിങ്ങിൻ്റെ തിരക്കിലാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് മീറ്റ് ചെയ്യാനും പറ്റില്ല, കാരണം ആ വീട് മുഴുവൻ പൊടി. അവർ വീട് ക്ലീനിങ്ങിൻ്റെ തിരക്കിലാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് അവരുടെ വീട്ടിൽ പോയിട്ട് മീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അവർക്ക് ഇങ്ങോട്ട് വരാനുള്ള സമയവുമില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി എന്ത് തീരുമാനിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രാത്രി ഡിന്നറിന് എവിടെയെങ്കിലും നമുക്ക് പാതി ദൂരം, അവരുടെ വീടും നമ്മുടെ അടുത്തുനിന്ന് നല്ല അത്യാവശ്യം ദൂരമുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് വരാൻ പറ്റാത്തത് കേട്ടോ. വന്നിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം മുഴുവൻ അതിനായിട്ട് പോവും. അപ്പോൾ അതിനുള്ള സമയം അവർക്കില്ല. നാളെ രാത്രി അവർ തിരിച്ചു പോവും. അതും ബുക്ക് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടി തീരുമാനിച്ചു ഡിന്നറിന് എല്ലാവർക്കും വരാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് തമ്മിൽ കാണാമെന്ന്. അങ്ങനെ നമ്മൾ പാതി ദൂരം വെച്ചിട്ട് സെൻറ്ററിലായിട്ട് ഒരു സ്ഥലം ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് മീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ കുട്ടികൾക്ക് സ്കൂളുണ്ട്, ശരത്തേട്ടന് ഓഫീസിൽ പോകണം, അങ്ങനെയൊക്കെയുള്ള കാരണം കൊണ്ട് പകലൊന്നും പോയി കാണാനുള്ള സാഹചര്യവും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ രാത്രിയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. 1.5 വർഷത്തിന് ശേഷമാണ് കാണുന്നത്. അവർക്കൊരു മോളുണ്ട്, മിലി. അവളായിട്ട് ഞാൻ നല്ല കൂട്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ മറന്നുപോയോന്നൊന്നും അറിഞ്ഞൂടാ, നമ്മൾ കാണാത്ത കാരണം കൊണ്ടേ. എന്താ പറയുക, കുറേ നാളായാലും കണ്ടിട്ട്. കുഞ്ഞായിരുന്നു ആ സമയത്ത്. പരിചയക്കുറവുണ്ടാവുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്താണെങ്കിലും നമുക്ക് മിലിക്കുട്ടീനെ പോയിട്ട് കാണാം, അതുപോലെ ചിപ്പീനെ കാണാം, സൂര്യചേട്ടനെ കാണാം, പിന്നെ എൻ്റെ ഇൻലോസ് മമ്മീനെയും ഡാഡീനെയും കാണാം, എല്ലാവരെയും ഒക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ എന്താണെങ്കിലും ഒത്തിരി നാളത്തെ എന്താ പറയുക ഗ്യാപ്പിന് ശേഷമാണ് എല്ലാവരും തമ്മിൽ കാണുന്നത്. അത് നമുക്ക് അങ്ങനെയാണ്, നമുക്കത് പരിചയമായിട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും പല സ്ഥലങ്ങളിലാണ്. അപ്പോൾ കാണലും തമ്മിൽ കൂടലൊക്കെ വളരെ കുറവാണ്. മമ്മിക്കാണെങ്കിൽ ഇപ്പം ഡാഡി ഉണ്ടെങ്കിൽ മാത്രമേ നാട്ടിലേക്ക് വരുള്ളൂ. ഡാഡിക്കാണെങ്കിൽ ഒട്ടും ലീവ് എടുക്കാനും പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് മമ്മി വല്ലപ്പോഴേ നാട്ടിൽ വരുള്ളൂ. എങ്ങാനും വരികയാണെങ്കിൽ നമ്മൾ തമ്മിൽ കാണും. അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പം ഡാഡിയുടെ ജോലിയൊക്കെ കഴിയുമ്പോൾ അവർ നാട്ടിൽ പോയിട്ട് സെറ്റിലാവും. അപ്പോൾ പിന്നെ നമ്മൾ നാട്ടിൽ പോകുന്ന സമയത്തൊക്കെ നമുക്ക് പോയിട്ട് മീറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് നമ്മൾ കാണൽ 1 വർഷമൊക്കെ കൂടുമ്പോൾ, വർഷത്തിൽ 1 പ്രാവശ്യം 2 പ്രാവശ്യം അങ്ങനെയൊക്കെ തമ്മിലേ കാണാറുള്ളൂ കേട്ടോ. അപ്പോൾ എന്താണ് ഇനി പറയാനുള്ളത്? അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് കാണാം, പരിചയപ്പെടാം. ഇനി എന്ന് കാണും എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഇനി ചിലപ്പോൾ 1 വർഷമോ മമ്മീനെയും ഡാഡീനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവരെ കാണാനായിട്ട് ചിലപ്പം ഇനിയിപ്പോൾ അടുത്ത കാലത്തൊന്നും അവർ വന്നു എന്ന് വരില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ മോളെ ഇനി സ്കൂളിലൊക്കെ ചേർക്കണമെന്ന് പറയണു. അപ്പോൾ അവിടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ അവർക്ക് ലീവ് എടുക്കലൊക്കെ കണക്കായിരിക്കും. അവർ 2 പേരും വർക്കിംഗ് ആണ്. അപ്പോൾ അവർക്ക് ലീവും കുട്ടിയുടെ ലീവും ഇതൊക്കെ നോക്കിയിട്ടല്ലേ പിന്നെ വരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവരിപ്പം വന്നത്. ഇനിയിപ്പോൾ അവിടെ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഒട്ടും ലീവ് എടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അവരിപ്പം വന്നത്. ഇപ്പം ലീവ് എടുത്ത് വളരെ കുറച്ച് ദിവസമുള്ളൂ, ഒത്തിരി നാളൊന്നും ഇല്ല, പെട്ടെന്ന് തന്നെ തിരിച്ചു പോകും.
ഇനിയിപ്പോൾ നമ്മൾ നാട്ടിൽ പോവോ ഇല്ലേ എന്നുള്ളതൊന്നും എനിക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം എന്താ വെച്ചാൽ കുട്ടികൾക്ക് എക്സാം നടക്കുകയാണ്. പിന്നെ അവർക്ക് ലീവ് ഉണ്ടായിരിക്കും, വളരെ കുറച്ച് ദിവസം, ഒരാഴ്ചക്ക് ലീവ് കിട്ടും. പക്ഷേ ശരത്തേട്ടനൊക്കെ ലീവ് ഇല്ലേ എന്നുള്ളത് ക്രിസ്മസിൻ്റെ ടൈം ആകുമ്പോഴേ പറയാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. കമ്പനി ഷട്ട് ഡൗൺ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരാഴ്ച ലീവ് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ നാട്ടിൽ പോവും, ഒന്നും കൂടി അവരെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ പോയിന്ന് വരില്ല കേട്ടോ. അപ്പോൾ ഇതായിരിക്കും നമ്മൾ തമ്മിലുള്ള മീറ്റപ്പ്. അത് കഴിഞ്ഞിട്ട് ഇനി കാണാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതൊക്കെ നമ്മുടെ ലീവിനൊക്കെ അനുസരിച്ചേ പറ്റുള്ളൂ കേട്ടോ. അതിനനുസരിച്ച് പറയാൻ പറ്റുള്ളൂ. നാട്ടിൽ പോവുകയാണെങ്കിൽ നമുക്ക് വീണ്ടും അവരെ കാണാം. അപ്പോൾ വീഡിയോസിലൊക്കെ നമുക്ക് അവരെ ഇൻക്ലൂഡ് ചെയ്യിക്കാം. പക്ഷെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഇതുകൊണ്ട് തൃപ്തിപ്പെട്ടോണം. അപ്പോൾ എൻ്റെ മദർ ഇൻ ലോയിനെയും ഫാദർ ഇൻ ലോയിനെയും സിസ്റ്റർ ഇൻ ലോയിനെയും അതുപോലെ എല്ലാവരെയും നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ഇനി താഴത്തേക്ക് പോട്ടെ. ശരത്തേട്ടൻ വന്നിട്ടുണ്ട്, പിക്കു സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്, തനുക്കുട്ടി കിടന്ന് ഉറങ്ങണം. ഇവരെയൊക്കെ കുത്തിപ്പൊന്തിച്ച് ഡ്രസ്സൊക്കെ മാറ്റിച്ചിട്ട് നമുക്ക് വേഗം പോകണം. എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നല്ല ദൂരമുണ്ട് കേട്ടോ. അത് കാരണം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇറങ്ങണം. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ബാംഗ്ലൂരത്തെ ട്രാഫിക് ബ്ലോക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അത് കാരണം കൊണ്ട് നമ്മൾ സമയം മുൻകൂട്ടി കയ്യിൽ വെച്ചിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് താഴത്തേക്ക് പോവാം, എന്നിട്ട് റെഡി ആവാം. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് പോയിട്ട് ഓടിച്ചെന്ന് ഡ്രസ്സൊക്കെ മാറി പോവാം കേട്ടോ. അപ്പോൾ ഞാനിനി താഴേക്ക് പോട്ടെ. ഞങ്ങൾ വീട്ടിൽ നിന്നൊരു 6 o'clock ഒക്കെ കഴിഞ്ഞപ്പോൾ ഇറങ്ങിയതാണ്. പക്ഷേ ഈ ബ്ലോക്ക് കാരണം കൊണ്ട് അവിടെ എത്താനായിട്ട് 7:45 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശരത്തേട്ടനാണ് എല്ലാം വിളിച്ച് ബുക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരും ഇതുപോലെ അവരുടെ വീടിനടുത്ത് തന്നെ ഒരു ഇലക്ട്രോണിക് സിറ്റിയിലാണെന്ന് തോന്നുന്നു, അവർ ഹോട്ടലിലാണ് റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് അവർക്കും നമ്മുടെ അവിടേക്ക് ഏകദേശം ഈ ഒരു സ്ഥലത്തേക്ക് എത്താനായിട്ട് സെയിം തന്നെ ദൂരമാണ് കേട്ടോ. ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ എങ്ങനെ പോയാലും എടുക്കും. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു ഈ ബാർബിക്യൂ ആണെന്ന് കേട്ടോ. അപ്പോൾ എനിക്ക് തെറ്റിയതായിരുന്നു. ശരത്തേട്ടൻ ബുക്ക് ചെയ്തത് ഈ ആബ്സല്യൂട്ട് ബാർബിക്യൂസിലായിരുന്നു. ഇവിടെ നല്ല തിരക്കുള്ള സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ ഒരു 15 മിനിറ്റ് ലേറ്റായി. അപ്പോൾ ഇടയിൽ നമ്മൾ ഫോൺ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 15 മിനിറ്റ് കൂടിയും ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് തരണമെന്ന്. അല്ലാന്നുണ്ടെങ്കിൽ അവർ ആ സീറ്റ് വേറെ ആൾക്കാർക്ക് കൊടുക്കും. നമുക്ക് അലോട്ട് ചെയ്ത ടൈമിൽ തന്നെ നമ്മൾ എത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. ഞങ്ങളെത്തി പിന്നെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അവർ വന്നത്. കാരണം അവർ ആ വീടിൻ്റെ പൊടിയടിക്കലും അങ്ങനത്തെ കാര്യങ്ങളുടെ തിരക്കിലായിരുന്ന കാരണം കൊണ്ട് അവർ പിന്നെ അവിടെ നിന്ന് വന്ന് അവർ താമസിക്കുന്ന ഹോട്ടലിലെത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴത്തേക്കും സമയമായി. അതിൻ്റെ ഇടയിൽ ഈ ട്രാഫിക് ബ്ലോക്കും കാരണം കൊണ്ട് എല്ലാവർക്കും ലേറ്റായി പോയി. എന്നാലും പിന്നെ നമുക്ക് കുറച്ചധികം നേരം സമയം ഇരുന്ന് സംസാരിക്കാനും അതിനുള്ള അനുവദിക്കുന്ന റെസ്റ്റോറൻറ്റുകൾ തിരഞ്ഞെടുക്കുന്നതല്ലേ നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ബാർബിക്യൂസിൽ വന്നത്. നല്ല അടിപൊളി റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഫൈനലി അവരിതാ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ശരത്തേൻ്റെ അച്ഛനും അമ്മയും അനീതിയുടെ ഒരു ചിപ്പി അമ്മയും അച്ഛനും ആണ് കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ അവരുടെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ഇത് സൂരജേട്ടനാണ്, ചിപ്പിയുടെ ഹസ്ബൻഡാണ്. കുട്ടികൾ ഇനി ഈ ഭാഗത്ത് കാണാനുണ്ടായിരുന്നില്ല, ഞാൻ അവർ പിന്നെ കാണിച്ചു തരാം. ഇനി ഞാനും അമ്മയും കൂടിയിട്ട് വാഷ്റൂമിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മായിമ്മ, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ. അങ്ങനെ നമ്മൾ സീറ്റിലൊക്കെ വന്നിരുന്നു. അപ്പോൾ ഫുഡ് ഇതൊക്കെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും ഇരുന്ന് കണ്ടതിൻ്റെ ഒരു സന്തോഷം പങ്കുവയ്ക്കലും വിശേഷങ്ങൾ ചോദിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇവിടെ ടേബിളിൽ ഇരുന്നതിന് ശേഷമാണ് കുട്ടികളെ നമ്മുടെ കയ്യിൽ കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇതാണ് മിലിക്കുട്ടി, ഇതാണ് ശരത്തേൻ്റെ സിസ്റ്ററിൻ്റെ മകൾ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ശരത്തേൻ്റെ സിസ്റ്ററും ഹസ്ബൻഡുമാണ്, സൂരജും ചിപ്പിയും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ വന്നിട്ടുണ്ട്. ബാർബിക്യൂ ആയതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് സ്റ്റാർട്ടേഴ്സാണ് ആദ്യം തരുന്നത്. അപ്പോൾ ഇവിടുത്തെ അവർ കുറേ കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മളതൊക്കെ ഇച്ചിരി കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് മെയിൻ കോഴ്സായിട്ടും അല്ലാത്ത ഐറ്റംസ് ആയിട്ടൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും. അപ്പോൾ ആ ഭാഗത്തേക്കൊക്കെ ഒന്ന് ഞങ്ങൾ പോയി നോക്കി കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ കോഴ്സ് ഐറ്റംസ് ആയിരുന്നത്. മമ്മി വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. എന്നിട്ട് ഇച്ചിരി എല്ലാത്തിൽ നിന്ന് എടുത്തു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ പെർ ഹെഡാണ് പേ ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് സ്റ്റാർട്ടർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ കോഴ്സ് എടുക്കാണ്ടിരുന്നാൽ അതൊരു നഷ്ടമാണ് കേട്ടോ. ആക്ച്വലി ബാർബിക്യൂ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ നമ്മളത് കാരണം കൊണ്ട് എല്ലാത്തിൽ നിന്ന് ഇച്ചിരി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ടതിൽ നിന്ന് മാത്രം കേട്ടോ, നോക്കിയും കണ്ടൊക്കെ എടുത്താൽ മതി. എല്ലാം കഴിക്കണമെന്ന് ഇപ്പോൾ നിർബന്ധമൊന്നുമില്ലല്ലോ. പിന്നെ നമുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും കഴിക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരൊന്നുമല്ല. അതിന്
അതിനനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. എന്നാലും എല്ലാതും ഒന്ന് തുറന്നു നോക്കി എന്തൊക്കെയുള്ള എന്നൊക്കെ അറിയാമല്ലോ. അപ്പോൾ അത് ആ ചിപ്പിയും സൂര്യചേട്ടനൊക്കെ ഇവിടെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമുക്ക് എന്താ പറയുക, ബിരിയാണി, കേരളമായിട്ടല്ല, ബിരിയാണി ഉണ്ടായിരുന്നു, പുലാവ് ഉണ്ടായിരുന്നു, അതുപോലെ റൈസ് ഐറ്റംസ് പലതരത്തിലുണ്ടായിരുന്നു, പിന്നെ നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളുണ്ടായിരുന്നു, പിന്നെ സാധാരണ ചോറും ദാലും, പിന്നെ നോൺ വെജ് ഐറ്റംസും വെജിറ്റേറിയൻ ഐറ്റംസും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ബിരിയാണി ഇരിക്കുന്നത്. ഞങ്ങൾ ആ ഭാഗത്തേക്ക് നോക്കി പോലില്ലേ, ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്, വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒന്ന് തുറന്ന് നോക്കിയതാണ് കേട്ടോ. എല്ലാം നല്ല ചൂടോടുകൂടി വെച്ചിട്ടുണ്ട്. പിന്നെ സാലഡ്സ് ഉണ്ട്, ഡെസേർട്ട്സൊക്കെ അപ്പുറത്തെ ഭാഗത്തായിരുന്നു. സാലഡ്സ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ ഡെസേർട്ടിൻ്റെ ഭാഗമാണ്. പിന്നെ ചൂടാന്ന് ഇങ്ങനെ ജിലേബിയൊക്കെ ഉണ്ടാക്കിയിടുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഫ്രഷായിട്ട് അപ്പം ഉണ്ടാക്കിയിടുന്നതാണ്. അതുപോലെ തന്നെ എണ്ണമറ്റാത്ത അത്ര ഐറ്റംസ് ഉണ്ട്. ഹൽവ ഉണ്ട്, ഗുലാബ് ജാമുൻ ഉണ്ട്. ഗുലാബ് ജാമുനൊക്കെ ഭയങ്കര സ്വീറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് അവർ ഫ്രഷായിട്ട് അവിടെ ഉണ്ടാക്കി ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നത്. എനിക്ക് കൂടുതലും ഡെസേർട്ട് കഴിക്കാൻ ഇഷ്ടമായിരുന്നത് കേട്ടോ. പിന്നെ ഞാൻ ദഹിപൂരി വാങ്ങിച്ചു. അതെനിക്ക് ഫേവറേറ്റ് ആയിട്ടാണ്. കുട്ടികളൊക്കെ കണ്ട് വെറുതെ ഒന്നും കഴിക്കില്ല, ചുമ്മാതാണ് കേട്ടോ, വായിൽ വെറുതെ വെച്ചിരിക്കുക എന്നല്ലാണ്ട് ഒന്നും കഴിക്കാൻ പോകുന്നില്ല. അപ്പോൾ വാട്ടർമെലണും ഇതൊക്കെയാണ് ഇവർ കഴിച്ചുകൊണ്ടിരുന്നിരുന്നത് കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ അങ്ങനെയാണല്ലോ, പുറത്ത് പോയ ഭക്ഷണം കഴിക്കുക എന്നുള്ളതല്ല അവരുടെ ലക്ഷ്യം, മെയിനായിട്ട് കളിക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ അവർ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു. ഇങ്ങനെ വല്ലപ്പോഴും കാണുമ്പോൾ പിന്നെ കളിയല്ലാണ്ട് പിന്നെ എന്ത് ചെയ്യാനാ. അപ്പുറത്ത് കണ്ടോ, ശരത്തേട്ടനും മമ്മിയും ഡാഡിയൊക്കെ ഭയങ്കരമായ ചർച്ചയിലായിരുന്നു. എന്താ ചർച്ച ചെയ്യുന്നത് എന്നതൊന്നും ഞാൻ കേട്ടില്ല, കാരണം ഞാൻ ഈ വീഡിയോ എടുക്കണതിൻ്റെ തിരക്കിലായിരുന്നു. കൂടുതലും വീഡിയോസ് നന്നായിട്ട് എടുക്കാൻ പറ്റണം എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം കേട്ടോ. ഇവരൊക്കെ തമ്മിൽ വല്ലപ്പോഴും വർഷത്തിൽ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം കാണുന്നതിൻ്റെയാണ് ഈ കാണുന്നത് കേട്ടോ. അവർക്ക് സംസാരിക്കാൻ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ടായിരിക്കും. ഞാൻ അതിൻ്റെ ഇടയിലേക്ക് തലയിടാൻ പോകാറില്ല. അവർ പാരൻസായി, മക്കളായി, അവർ അതിൻ്റെ ഇടയിൽ എന്തൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് നമുക്കൊരു പിടുത്തം ഉണ്ടായിരിക്കില്ല. ഞാനപ്പോൾ ഇവിടെ അടങ്ങി ഒതുങ്ങിയിരുന്നു. പിന്നെ മക്കളുടെ കൂടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. അവർക്ക് ഓരോന്നൊക്കെ കഴിക്കാൻ കൊടുത്തും ഒക്കെ അവരുടെ കൂടെ കുറച്ചധികം നേരം ഞാൻ ഇരുന്ന് കേട്ടോ. പ്രത്യേകിച്ച് എനിക്ക് മില്ലുകുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്, അവൾക്ക് എന്നെയും നല്ല ഇഷ്ടമാണ്. അപ്പോൾ അവൾ ഒന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല, എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓരോന്നൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാവർക്കും. അപ്പോൾ മിലിക്കുട്ടി ഇനി പോയി എന്ന് വരുമെന്ന് യാതൊരു പിടുത്തമില്ല കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇച്ചിരി കൂടി വലുതായി പോയി, നീളമൊക്കെ വെച്ചു. കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിന് കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ചാൽ 1.5 വർഷത്തിന് മുന്നെയാണ് കണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുഡ് അടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ ഇടയിൽ നമ്മളിതാ ഫോട്ടോ സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളുടെ കൂടെ അച്ഛനും അമ്മമ്മയ്ക്കൊക്കെ ഫോട്ടോ എടുക്കാൻ കിട്ടുന്ന അവസരം ഇങ്ങനെയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് മാക്സിമം ഫോട്ടോസ് എടുത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ തന്നെയായിരുന്നു ഫോട്ടോഗ്രാഫർ. അപ്പോൾ ഡാഡിയോട് ഞാൻ ആ കോട്ട് സൂട്ടൊക്കെ ഊരിയങ്ങ് കളയാൻ പറഞ്ഞു, കാരണം തണുപ്പുണ്ടാവുമെന്ന് വെച്ചിട്ട് സ്വെറ്ററും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് എല്ലാവരും വന്നിരിക്കുന്നത്. എല്ലാവരും പല പല സ്ഥലത്തായതുകൊണ്ടേ ഇവിടേക്ക് വരുമ്പോൾ ക്ലൈമറ്റിൽ വ്യത്യാസം വന്ന് എന്തെങ്കിലും അസുഖങ്ങൾ വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ശരത്തേട്ടനും അമ്മയിരുന്നു, അവരുടെ ഫോട്ടോയും ഞാൻ എടുത്തു കൊടുത്തു. പിന്നെ ഞങ്ങളുടെ ഡാഡിയുടെ പിറന്നാൾ നവംബർ ലാസ്റ്റ് വീക്കായിരുന്നു. അപ്പോൾ ഞങ്ങളൊന്നും കൂടാൻ പറ്റാത്ത കാരണം കൊണ്ട് ഇത്തവണ നമ്മൾ ഒരുമിച്ച് കൂടിയ സമയത്ത് ഈ ഒരു പിറന്നാളിൻ്റെ കേക്ക് കട്ടിങ് കൂടി ഞങ്ങൾ നടത്തി കേട്ടോ. ബാർബിക്യൂവിൽ വെച്ചിട്ട് ഞങ്ങൾ ഡാഡിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തി. ഇതാ ഒരു കുഞ്ഞു കേക്ക് അവർ കൊണ്ടുവന്ന് തന്നായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മാത്രമൊന്നുമല്ല കേട്ടോ, അവിടെ കുറേ പേരുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുന്നുണ്ടായിരുന്നു. അവർ മ്യൂസിക് വെച്ച് തരും, അതുപോലെ ക്ലാപ്പ് ചെയ്യാനായിട്ട് അവർ വന്ന് നിൽക്കും. അവരൊരു ബാൻഡ് ഇങ്ങനെ നിവർത്തിയിട്ട് ഇങ്ങനെ അതിൽ ഹാപ്പി ബർത്ത്ഡേ എഴുതിയിട്ട് ഒരു അത് കാണിച്ചിട്ടുണ്ടാവും. നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ കൂടി ഇതിനകത്ത് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹാപ്പി ആയിട്ട് ഞങ്ങൾക്ക് അതൊരു എന്താ പറയുക, ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അതും. അപ്പോൾ ഡാഡി ഇത് എല്ലാവർക്കും കേക്കൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിള്ളേരൊക്കെ ഇതാ ഇപ്പോഴാണ് കുറച്ചും കൂടി ആക്റ്റീവ് ആയത് കേട്ടോ. ഒരു കണ്ടു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് എല്ലാവർക്കും ഒരു മ്ലാനതയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും തമ്മിൽ ഭയങ്കര സംസാരം കളിയും ചിരിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും ഫോട്ടോ സെക്ഷനിലേക്ക് കടന്നിരിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും കൂടെ ഫോട്ടോ എടുത്ത് നമ്മളിപ്പോൾ നല്ല ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ, നൈറ്റ്. അപ്പോൾ ഇനി ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര നേരം എന്ന് വെച്ചിട്ട് മണിക്കൂറുകൾ കുറേ ഞങ്ങളിവിടെ സ്പെൻഡ്
ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ എത്ര നേരം എന്ന് വെച്ചിട്ട് നമ്മളിവിടെ തന്നെ ഇരിക്കുക അല്ലേ, ഇതൊരു റെസ്റ്റോറൻ്റ് അല്ലേ, നമുക്കൊരു പരിധി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവിടെ സ്പെൻഡ് ചെയ്യാൻ ഒരു സമയം കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇറങ്ങണമല്ലോ എങ്ങനെയായാലും. അപ്പോൾ അങ്ങനെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും. അപ്പോൾ ഇനി ആരും എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മേനെയും കണ്ടിട്ടില്ല എന്ന് പറയരുത്, ഇവരാണ് എൻ്റെ ബന്ധുക്കൾ. അപ്പോൾ ശരത്തേൻ്റെ വീട്ടുകാർ ഇതാണ്, ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് ആൾക്കാരായിട്ട്. പിന്നെ കസിൻസൊക്കെ ഉണ്ട്, അവരൊക്കെ നാട്ടിലാണ് ഉള്ളത്. എപ്പോഴെങ്കിലും ഞാൻ നാട്ടിൽ പോകുമ്പോൾ വ്ളോഗ്സൊക്കെ എടുക്കാൻ പറ്റുവാണെങ്കിൽ അന്നേരം എടുത്തിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങളുടെ ബാർബിക്യൂൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇവർ ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ആ സമയത്തും നമ്മുടെ സംസാരം തീർന്നിട്ടുണ്ടായിരുന്നില്ല. വല്ലപ്പോഴും കാണുന്ന കാരണം കൊണ്ടേ നേരിട്ട് സംസാരിക്കുമ്പോൾ കുറേ സംസാരിക്കാനായിട്ടുണ്ടാവും. പിന്നെ പെട്ടെന്ന് അവരുടെ കാറൊക്കെ വന്നു. അപ്പോൾ അവരിതാ പോവാണ് കേട്ടോ. അവർക്ക് ഇനി അവിടെ എത്തണമെങ്കിൽ ഇനിയും ഒരുപാട് സമയമെടുക്കും, നമുക്കും നമ്മുടെ വീട്ടിലെത്താനായിട്ട് ഒരുപാട് സമയമെടുക്കും. പിള്ളേർക്കൊക്കെ ഉറക്കമൊക്കെ വന്നു തുടങ്ങി, എന്നാലും അവരെ കാണുന്നതിൻ്റെ ഒരു സന്തോഷത്തിൽ പിടിച്ചു നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ പിരിയലിനേൻ്റെ ഒരു ഇതാണ് കേട്ടോ അത് കാണുന്നത്. എല്ലാവരും ഉമ്മയൊക്കെ കൊടുത്ത് ഇനി എന്ന് കാണുമെന്ന് അറിഞ്ഞുകൂടാ, ഇനിയും ചിലപ്പോൾ 1-2 വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും കാണുന്നത്. അവർ പോയാലേ ഇനിയപ്പോൾ തിരിച്ചു വരുന്നു നമുക്ക് അറിഞ്ഞൂടാ, യാതൊരു പിടുത്തമില്ല. അപ്പോൾ വെളിയിലൊക്കെ താമസിക്കുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ. അങ്ങനെ ദാ ടാറ്റയൊക്കെ പറഞ്ഞ് അവരുടെ ക്യാബ് ഇതേ പോവാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളുടെ കാറ് അവർ പാർക്ക് ചെയ്തിരിക്കുന്നത് വേറൊരു ഏരിയയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് നമ്മൾ ബാർബിക്യൂൻ്റെ അവിടെ ഇറങ്ങിയപ്പോൾ അവരുടെ തന്നെ ആൾക്കാർ വന്ന് പാർക്ക് ചെയ്യാനായിട്ട് കൊണ്ടുപോയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് നമുക്ക് കാർ എടുത്ത് കൊണ്ടുവന്ന് തരുന്ന പരിപാടിയൊന്നും അവർക്കില്ല കേട്ടോ. അപ്പോൾ നമ്മളത് കാർ ഇട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ഇതേ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും കണ്ടതിൻ്റെ സന്തോഷം ഉണ്ടെങ്കിലും പിരിഞ്ഞിട്ട് പോകുമ്പോൾ ഒരു വിഷമമാണ് കേട്ടോ. കാരണം കുറച്ചും കൂടി സമയം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ഒരു ആഗ്രഹം നമുക്ക് തോന്നിയില്ലേ. കാരണം എന്താ വെച്ചാൽ വല്ലപ്പോഴല്ലേ നമ്മൾ തമ്മിൽ കാണുള്ളൂ. ഒട്ടും നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരിങ്ങോട്ട് വന്നേനെ, തീർച്ചയായിട്ടും വന്നേനെ. അടുത്ത പ്രാവശ്യം കുറച്ചും കൂടി പ്ലാൻ ചെയ്തിട്ട് വരാനായിട്ട് പറയണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും നന്ദി, നമസ്കാരം.